അപ്പൊ എന്ത് ചെയ്യാ? ഇന്ന് മുതല് 2 തീരുമാനങ്ങൾ എടുക്കാം. 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് എടുക്കാം. 2 പ്രധാനപ്പെട്ട തീരുമാനം എന്താ? ഒന്ന്, പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ 3 നേരം ഉൾപ്പെടുത്തുന്നു എന്നുള്ള തീരുമാനം. 2, വ്യായാമം, എക്സർസൈസ് ഇന്ന് ചെയ്യുമെന്ന് ഉറപ്പിക്കാം. ഡെയിലി ഇന്ന് മുതല് വ്യായാമം ചെയ്യോ? ചെയ്യില്ലേ? നാണം കെടുത്തരുത്. ഓക്കെ. ഇനി സ്ത്രീകളുടെ കാര്യം കൂടി ഞാൻ പറയാം. എസ്പെഷ്യലി സ്ത്രീകൾ ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ആർത്തവ വിരാമം, മെനോപോസ്. കേട്ടിട്ടില്ലേ മെനോപോസ്? കുറച്ചു പേർക്കൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ മെനോപോസ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ട്. ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ ആണ്. എന്ത്? ഈസ്ട്രജൻ. സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ. ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടല്ലോ, ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഹോർമോണാണ്. വളരെ പ്രൊട്ടക്റ്റീവ്, അതായത് പേശികളെയും എല്ലുകളെയൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? ഈസ്ട്രജൻ. പക്ഷേ 40-50 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ അളവ് കുത്തനെ കുറയും. അപ്പൊ അതുവരെ യാതൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രായത്തുമ്പോഴേക്കും കഴുത്തുവേദനയായി, നടുവേദനയായി, കാലുവേദനയായി, മുട്ടുവേദനയായി. ആണോ അല്ലയോ? അല്ലേ? യെസ്. ഈ പ്രശ്നം, ഈ ഈസ്ട്രജന്റെ കുറവ് നമുക്ക് എങ്ങനെ പരിഹരിക്കാന്നറിയോ? ഈ ഈസ്ട്രജന്റെ കുറവ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നേരത്തെ ബോർഡിൽ എഴുതിയ സാധനം തന്നെ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ത് ചെയ്യാ? 3 നേരം കഴിക്കുന്നു ഉറപ്പുവരുത്താം. അതിന്റെ കൂടെ എന്ത് ചെയ്യാ? എക്സസൈസ് ചെയ്യാം, വ്യായാമം ചെയ്യാം. ഈ 2 കാര്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഈസ്ട്രജന്റെ കുറവ് കാരണം സംഭവിക്കാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാം? ഒരു പരിധി വരെ കുറയ്ക്കാം. റെഡി? യെസ്. ഇനി ഇപ്പത്തെ പിള്ളേര്, എസ്പെഷ്യലി ചെറുപ്പക്കാരൊന്ന് നോക്കുവാണെങ്കിൽ പീരീഡ്സ് പഴയ പോലെ അല്ല. പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. ഇപ്പോൾ ഗവൺമെന്റ് അതിനൊരു പദ്ധതി ഇറക്കിയിട്ടുണ്ട്. എന്താണ്? എത്ര പേർക്ക് അറിയാത്? പീരീഡ്സ് ആണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ എന്ത് ചെയ്യാം? 3 ദിവസം ലീവ് എടുക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആ പരിപാടി? എന്താ കാര്യം എന്നറിയോ? പീരീഡ്സ് ഇപ്പൊ പഴയ പോലെ അല്ല. ഞാൻ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോ ഒരു കൊച്ച് ഛർദിച്ച് ബോധമില്ലാണ്ട് വന്നു. അപ്പൊ എന്ന് ചോദിച്ചപ്പോ ഛർദിയും വയറിളക്കം വന്നു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഫുഡ് പോയിസൺ, പുറത്തുനിന്ന് ആഹാരം വല്ല കഴിച്ചോ? ഭക്ഷണം ഫുഡ് പോയിസണിങ് വല്ല ആണെന്ന് വിചാരിച്ചു. അപ്പൊ അല്ല, എല്ലാ മാസവും എനിക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ? പീരീഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്ത്? തലകർക്കവും വയറിളക്കവും. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ പരിപാടി? പീരീഡ് സംഭവിക്കാൻ എന്ത് സംഭവിക്കുക? ഒരു 3-4 ദിവസം നല്ല ഫ്ലോ ഉണ്ടാവും. ആണോ അല്ലേ? ബ്ലഡ് നല്ലപോലെ പോകും. കുറച്ച് അല്പസ്വല്പം വയറുവേദന ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. പിന്നെ നല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ദേഷ്യവും കരച്ചിലും എല്ലാം ഉണ്ടാവും. ആണോ അല്ലേ? ഇതിനപ്പുറത്തേക്ക് നോർമലി ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പീരീഡ്സ് എന്ന് പറഞ്ഞ ഒരു പേമാരി പോലെ, എന്തോ ഒരു അസുഖം വന്ന പോലെയാണ് പീരീഡ്സ്. ചിലർക്ക് അത് 3-4 മാസം കൂടുമ്പോഴേ വരുള്ളൂ. ചിലർക്ക് വന്നാൽ പിന്നെ നിൽക്കൂല, 1-2 ആഴ്ച അത് അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെ ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ രൂക്ഷമായി വരുന്നു. എന്താ കാരണം? ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നാൽ ആവശ്യമില്ലാത്ത എല്ലാം വാരി വെച്ച് കഴിക്കുന്നു. വ്യായാമം ഇല്ല, സമ്മർദ്ദം, സ്ട്രെസ്, സങ്കടം, പേടി, ഇത് മാത്രമേ മനസ്സിലുള്ളൂ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്ന അവയവമാണ് യൂട്രസ്. ഞാൻ വർക്ക് ചെയ്ത ആശുപത്രിയിൽ ഡെയിലി 3 സർജറി നടക്കാറുണ്ട്. യൂട്രസ് റിമൂവൽ സർജറി, ഹിസ്റ്ററക്ടമി. എല്ലാ ദിവസവും 3 നേരം 3 യൂട്രസ് ഔട്ട്. എന്താ ഇത്ര യൂട്രസ് പ്രശ്നം? ഇത് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. കാലഘട്ടം മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ അതിനനുസരിച്ച് മാറണോ വേണ്ടയോ? യെസ്, നമ്മൾ അതിനനുസരിച്ച് മാറണം. അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അതിന് സഹായിക്കുന്നത് ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അങ്ങനത്തെ ഒരു ഉൽപ്പന്നമാണ് ന്യൂട്രിചാർജ് വുമൺ. എത്ര പേര് ഇത് കഴിക്കുന്നുണ്ട്? കൈതടിച്ചോളും. ഇന്നലെ തലയോലപ്പറമ്പ് ഒരു കടയിൽ ഞാൻ പോയപ്പോ അവിടുത്തെ മാഡം പറഞ്ഞു, അവിടുത്തെ ടീച്ചർ, ആ മാഡത്തിന്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളില് ടീച്ചർ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് പീരീഡ്സാ, 3 ദിവസം വേണമെങ്കിൽ ലീവ് എടുക്കാം. ആ ടീച്ചർ പേരന്റിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ കൊച്ചു മാഡത്തിനോട് പറഞ്ഞു, എന്തെന്നറിയോ, മാഡം എനിക്ക് കുഴപ്പമില്ല, വീട്ടിൽ പോകണ്ടാവും.
എനിക്ക് കുഴപ്പമില്ല, വീട്ടിൽ പോകണ്ട. അപ്പൊ ബാക്കി എല്ലാവരും പീരിയഡ്സ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 3 അല്ല 5-6 ദിവസം വീട്ടിലാ. പക്ഷെ ഈ കൊച്ചിന് മാത്രം പീരിയഡ് സംബന്ധമായിട്ടുള്ള അവധിയോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ മാഡം അന്വേഷിച്ച് നോക്കിയപ്പോ ആ കൊച്ച് എന്ത് കഴിക്കുന്നുണ്ട്? ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്. അപ്പം ആ സ്കൂളിൽ തന്നെ എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ പരിശോധിക്കുന്ന ഒരു സംഭവം വന്നു. എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ പരിശോധിച്ചു. ഈ കൊച്ചിനാണ് ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിൻ ഉള്ളത്. 12 ഹീമോഗ്ലോബിൻ ഉള്ള ആ സ്കൂളിൽ ഏക കൊച്ച് ഈ കൊച്ചാ. എന്താ ഹീമോഗ്ലോബിൻ? നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ അല്ലേ? ആ ശ്വാസം എല്ലാ കോശങ്ങളോട് എത്തിക്കുന്നതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്താ? ഹീം എന്ന് പറഞ്ഞ അയൺ, ഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ. അയൺ കഴിക്കണം, പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ വേണം. പ്രോട്ടീൻ ഇല്ല, അതിന്റെ കഥയാണ് ഇത്ര നേരം പറഞ്ഞത്. അയൺ എവിടെ നിന്ന് കിട്ടും? ഇലക്കറികൾ കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഇലക്കറികൾ കഴിക്കുന്ന എത്ര പേരുണ്ട്? 2 പേര്. സാധാരണ 10 പേരെ കഴിക്കാറുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ആഴ്ചയിൽ 3 തവണ കഴിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളെ 2-4 പേര് കഴിക്കുന്നു. സന്തോഷം. എന്നാലും നമുക്ക് ആവശ്യമുള്ള അയൺ കിട്ടുള്ളൂ. ഈ ആണ്ടിന് സംക്രാന്തിയിൽ ഒരു നേരം ഇലക്കറി കഴിച്ചു വെച്ചിട്ട് ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾക്ക് എല്ലാ മാസവും ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നില്ലേ അല്ലേ? അത്രയും അയൺ നമുക്ക് അപ്പം റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് എവിടെ കാണാൻ പറ്റുക? ഹീമോഗ്ലോബിനിൽ കാണാൻ പറ്റും. നല്ല പോലെ ക്ഷീണം, മുടി കൊഴിച്ചില്, ഉറക്കം, എപ്പോഴും ഉറക്കം, ഇതെല്ലാം എന്തിന്റെ ലക്ഷണമാണ്? ഹീമോഗ്ലോബിന്റെ കുറവ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് സ്ത്രീകൾ വളരെയധികം ഭയങ്കര കോമൺ ആണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഒറ്റ പരിഹാരം എന്ന രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാൻ പറ്റും. പീരിയഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൽ 2 പൂക്കളുടെ സത്തുണ്ട്. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഈവനിങ് പ്രിംറോസ്. ഈ 2 പൂക്കളുടെ സത്തും നമ്മുടെ പീരിയഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ല. PMS വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബേസിക്കലി ഇതൊരു മൾട്ടി വിറ്റമിൻ ആണ്. എല്ലാ വിറ്റമിൻസും മിനറൽസും പാക്ഡ് ആണെങ്കിലും ഈ പീരിയഡ് സംബന്ധമായിട്ടുള്ള യൂട്രസിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു പോഷകാഹാരമാണ് ന്യൂട്രിചാർജ് വുമൺ. റെഡി? അപ്പൊ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. omega-3. ഇത് ഇന്ന് വളരെ ആൾക്കാരെല്ലാവരും ചോദിച്ചറിഞ്ഞു വന്ന് മേടിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് omega-3. ഇതൊരു കൊഴുപ്പാണ്. omega-3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൊഴുപ്പാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കൊഴുപ്പ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഭക്ഷണത്തിൽ കൂടെ നമ്മൾ കൊടുത്തേ പറ്റും. ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നുണ്ട്? നല്ല കൊഴുപ്പുള്ള മീൻ. എനിക്ക് കൊഴുപ്പുള്ള മീനിന്റെ പേരുകളെന്ന് പറഞ്ഞുകൂടാ. നല്ല കൊഴുപ്പുള്ള മീനില് ധാരാളം omega-3 ഉണ്ട്. അതുപോലെ ചാളയിലുണ്ടെന്നാണ് സാർ പറയുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെയാണ് ചണവിത്ത്, ഫ്ലാക്സ് സീഡ്. അറിയില്ലേ? ഫ്ലാക്സ് സീഡിലും ധാരാളം എന്തുണ്ട്? omega-3 ഉണ്ട്. ഇതിന്റെ ഗുണം എന്താ? omega-3യുടെ ഗുണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു LDL കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഹാർട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ omega-3 എന്ത് ചെയ്യുന്നറിയോ? ഈ LDL എന്ത് ചെയ്യും? കുറയ്ക്കാൻ സഹായിക്കും. ഒന്ന്, ഈ പറയുന്ന രക്തക്കുഴലിലും ശരീരത്തിലും വരാൻ ചാൻസ് ഉള്ള നീർക്കെട്ടുകളെയും കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ അങ്ങനെ 2 ഗുണങ്ങൾ ഈ പറയുന്ന omega-3 ഉള്ളതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും നല്ലതാണ് എന്ത്? omega-3. അപ്പൊ ഈ omega-3 നമ്മളൊരു ശീലമാക്കുക. തവിടെണ്ണ ഒരു ശീലമാക്കുക. ഒറൈസനോൾ ഒരു ശീലമാക്കുക. അതിന്റെ കൂടെ അല്പം വ്യായാമം ചെയ്യുക. ഭക്ഷണത്തിൽ നല്ലപോലെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു 80% ഹെൽത്തി ആയി കഴിഞ്ഞു. 80% ഹെൽത്തി. പിന്നെ 20% എന്താ? പിന്നെ നിങ്ങൾ മാനസികമായിട്ടും എന്താവണം? ഹെൽത്തി ആവും. ഇത്ര കഴിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ മെന്റലിയും കൂടി ഹെൽത്തി ആവണം അല്ലേ? ദേഷ്യം, സങ്കടം, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാം പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് എന്ത് കൂട്ടും? BP കൂട്ടും. ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് കാരണം കൂട്ടും. അപ്പൊ ഇന്ന് മുതല് ഇതൊരു ശീലമാക്കാം. തവിടെണ്ണ, ഒമേഗ, ഒറൈസനോൾ, പ്രോട്ടീൻ, എക്സസൈസ്. ചെയ്യാൻ പറ്റുമോ? ഹലോ, പറ്റില്ലേ? അത് നിങ്ങൾക്ക് ഒരു 3 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു 3 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. പിന്നെ ഞാനൊരു പ്ലേറ്റ് വരച്ചേ, ഓർമ്മയില്ല? ആ പ്ലേറ്റ് അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ഭക്ഷണം കഴിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും.
3 മാസം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് തന്നെയാണ് RCM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള നേട്ടം കൈവരിച്ച ശേഷം, നേരത്തെ സാറ് പറഞ്ഞു, സാറ് നടുവേദന ഉണ്ടായിരുന്നു, സാർ എന്ത് കഴിച്ചു? omega-3 കഴിച്ചു. കേട്ടായിരുന്നു omega-3? ആ omega-3യിൽ എന്താ ഉള്ളത്? നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. പറഞ്ഞ ഓർമ്മയുണ്ടോ? omega-3 കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നീർക്കെട്ടുണ്ടോ അതിന് കുറയ്ക്കാൻ സഹായിക്കും. BJ ഉണ്ടോ? BJ, ബോൺ ആൻഡ് ജോയിന്റ്. ഇനി മുട്ടുവേദന ഉള്ളവർക്ക് ലാസ്റ്റ് ഞാനൊരു മരുന്ന് തരാന്ന് പറഞ്ഞില്ലേ, ആ മുട്ടുവേദന ഉള്ളവർക്ക് കൂടി ഞാൻ മരുന്ന് തന്നെ അവസാനിപ്പിക്കാം. മുട്ടുവേദന എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഒരു സയൻസും കൂടി നമ്മൾ മനസ്സിലാക്കാം. മുട്ടുവേദന എപ്പോഴാണ് വരുന്നത്? മുട്ടുവേദന വരുന്നത് നമ്മുടെ 2 എല്ലുണ്ട് കാലില്. മുട്ട് എന്ന് പറഞ്ഞാൽ 2 എല്ലിന്റെ ഒരു ജോയിന്റ്, തൊടയുടെ എല്ലുണ്ട്, കാലിന്റെ എല്ലുണ്ട്. ഓക്കെ, ഈ എല്ലുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഇതുപോലെ വടംവലി പോലെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആരാ? പേശികളാണ്. ആരാണ്? മസിൽസ് ആണ് ഇങ്ങനെ വടംവലി പോലെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ താഴ്ത്തു പോയില്ലേ, ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഈ പേശികളാണ്. ഇതും ഒരു ജോയിന്റ് ആണ്, ഇതും ഒരു ജോയിന്റ് ആണോ അല്ലേ? ഇത് കൈയുടെ ജോയിന്റ് അല്ലേ, ഇതും ഒരു ജോയിന്റ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? ഈ 2 ജോയിന്റ്സ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ശരീരഭാരം താങ്ങി നിർത്തുന്നത് ആരാ? മുട്ടാണ്. കയ്യിനെങ്ങനെ ജോലിയുണ്ടോ? കൂടിപ്പോയ ഒരു 5 കിലോയുടെ ആട്ട വെക്കണം, അല്ലെങ്കിൽ ഒരു കുക്കർ വെക്കണം, വേറെ ജോലി ഉണ്ടോ? ഇല്ല. പക്ഷെ കാലെങ്ങനെയാണോ? നമ്മൾ രാവിലെ എണീറ്റ മുതല് വൈകുന്നേരം വരെ താങ്ങി നിർത്തുന്നത് ആരാ? ഈ മുട്ടാണ്. എന്നാ ഈ മുട്ടിന് താങ്ങി നിർത്തുന്നത് ആരാ? മസിൽസ് ആണ്. ഞാൻ ആദ്യമേ കാര്യം പറഞ്ഞിരുന്നു, സ്ത്രീകളിൽ എസ്പെഷ്യലി 40-50 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആർത്തവ വിരാമം സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് ഈസ്ട്രോജന്റെ അളവ് കുറയും. പറഞ്ഞ ഓർമ്മയുണ്ട? ഈ ഈസ്ട്രോജന്റെ അളവ് കുറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ കഴിക്കണം, എക്സസൈസ് ചെയ്യണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈസ്ട്രോജന്റെ അളവ് കുത്തനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പിടിച്ചു നിർത്തുന്ന പേശികളുടെ ബലം കുറയും. എന്ന് മാത്രമല്ല, ഈ എല്ലില് കുറച്ച് പോഷകങ്ങൾ ആവശ്യമുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകങ്ങള് ഈ എല്ലിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ പേശികളുടെ ബലം കുറയും. എല്ലിന് ആവശ്യമുള്ള കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം പോലത്തെ മൂലകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല. അതിന്റെ കൂടെ ബോണസ് ആയിട്ട് ശരീരഭാരം അല്പം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? മുട്ടുവേദന വരും, കാർട്ടിലേജിന് തേയ്മാനങ്ങൾ സംഭവിക്കും. എന്തൊക്കെ കാരണങ്ങളാന്ന് ഓർമ്മ വന്നാ? ഒന്ന്, പേശികളുടെ ബലം കുറയും, എല്ലിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. അതിന്റെ കൂടെ അല്പം വണ്ണം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? മുട്ടിലോട്ടുള്ള പ്രഷർ കൂടും. അപ്പൊ മുട്ടുവേദന സംഭവിക്കും. ഇത് നോർമലാ, നാച്ചുറലാ. നമ്മൾ ഓർത്തോ, ഇവിടെ അടുത്തുള്ള ഏത് ഓർത്തോ വാർഡിൽ പോയാലും ഒരു നീണ്ട ക്യൂ കാണാൻ പറ്റും. ആരുടെ? മുട്ടുവേദന ഉള്ളവരുടെ. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ മുട്ടുവേദന ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈസ്ട്രജന്റെ കുറവ്, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കണം? ഒന്ന്, പ്രോട്ടീൻ കഴിക്കുക. ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ പേശികളുടെ ബലം കുറയുമെന്ന് പറഞ്ഞില്ലേ? ആ പേശികൾക്ക് ആവശ്യമുള്ള ഭക്ഷണമാണ് എന്ത്? പ്രോട്ടീൻ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞേ? എക്സസൈസ്, വ്യായാമം ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പേശികളുടെ ബലം കൂടും. വ്യായാമം ചെയ്തുകൊണ്ട്, പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാം. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു, ഈ മൂലകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ്. ആ മൂലകങ്ങൾ നമ്മുടെ ഈ എല്ലിനും നമ്മുടെ ജോയിന്റിനും വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മൂലകങ്ങൾ നമുക്ക് എവിടെ കിട്ടും? ഇവിടെ ന്യൂട്രിചാർജ് ബോൺ ആൻഡ് ജോയിന്റ്, ഒരു അടിപൊളി ഉൽപ്പന്നം. ഇത് കഴിച്ചവർക്ക് എല്ലാവർക്കും റിസൾട്ടാണ്. മുട്ടുവേദന, നീർക്കെട്ടുകള്, അതുപോലെ ഇന്നലെ മീറ്റിംഗ് നടത്തിയപ്പോ സ്റ്റെപ്പ് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള മാഡമായിരുന്നു. ഇത് കഴിച്ചു, ഇതുപോലെ കുറച്ച് റുട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം മുട്ട് ഭയങ്കര ഓക്കെ. ശസ്ത്രക്രിയ പറഞ്ഞ ആളാണ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞ ആളാണ്. ഇത് കഴിച്ചു, അതിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു. എന്തൊക്കെ ചെയ്തു? പ്രോട്ടീൻ കഴിച്ചു, എക്സസൈസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കാര്യം. നമ്മൾ വേണം വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഈ അസുഖങ്ങളൊക്കെ. നമ്മൾ ഇതിനെന്ത് കഴിക്കും? നമ്മൾ മുട്ടുവേദന വന്ന് ഡോക്ടറെ അടുത്തിട്ട് പോകും. ഡോക്ടർ ആദ്യം ഒരു കാര്യം പറയും, എന്താണെന്നറിയോ? എക്സസൈസ് ചെയ്യണം. ഓക്കെ. രണ്ടാമത് വേദന സംഹാരി, വേദനയ്ക്ക് ഒരു മരുന്ന് തരും. പിന്നെ ഈ പറയുന്ന മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതും ഇവിടുത്തെ കാർട്ടിലേജിന്റെ തേയ്മാനത്തിനുള്ള മരുന്നും കൂടി, ഈ പറയുന്ന കോൺട്രോയിറ്റിൻ സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ് 3-4 മരുന്നും കൂടി തരും. നമ്മൾ മിടുക്കന്മാരായിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്താ? അതിപ്പോ കേട്ടില്ലല്ലോ. അത് കേൾക്കാത്തതാണ് പ്രശ്നം.
ആദ്യം പറഞ്ഞ സാധനം ചെയ്യില്ല, മരുന്ന് മാത്രം കഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വേദന കാര്യങ്ങളൊക്കെ മാറും. ഒരു 3-4-5 മാസം കഴിയുന്നവരെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്ത് സംഭവിക്കും? വീണ്ടും വേദന വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഡോക്ടർ പോരാ, മരുന്നൊന്നും പോരാ. നമ്മള് പ്രഗത്ഭരായ ഓർത്തോസ്കോപ്പിക്, ആർത്രോസ്കോപ്പിക്, MS, MD എന്നൊക്കെ പറഞ്ഞ് വലിയ ഡോക്ടർ. അവിടെയും ആ ഡോക്ടർ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വ്യായാമം ചെയ്യണം. അപ്പൊ വ്യായാമം വേണോ വേണ്ടയോ? വേണം. ഈ സ്ത്രീകളിൽ ഈ പ്രായമാണെങ്കിൽ പുരുഷന്മാര് ഇങ്ങനെ ചിരിക്കൊന്നും വേണ്ട, അവർക്ക് അതൊരു 50-60 വയസ്സിൽ ഈ പരിപാടി അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക. അതിന് ഈ പ്രസ്ഥാനം 100% സഹായിക്കുന്നുള്ളതിൽ ഞാൻ കാര്യം. പക്ഷെ എന്ത് ചെയ്യണം? ഈ സയൻസ് കുറച്ച് മനസ്സിലാക്കാം. ഇത് ഞാൻ പറഞ്ഞു, ചെയ്താലല്ലേ അറിയുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തെ ചേട്ടൻ നോക്കട്ടെ, ഈ ചേട്ടൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം, അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ആരോഗ്യം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അത് നിങ്ങൾ എന്ന് മറക്കുന്നോ അത് ഞങ്ങൾ ഇങ്ങ് എടുക്കും. ഈ ഞങ്ങൾ ആരാന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ ഉള്ള ഉൽപ്പന്നങ്ങളെല്ലാം ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. RCM എന്താന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താ? ഒരു വേറിട്ട ജീവിത ശൈലി, അത്രേ ഉള്ളൂ. അതില് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് സഹായിക്കും. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ടവരിലോട്ട് എത്തിക്കുന്നു, നാട്ടിലുള്ള നാട്ടുകാരിലോട്ട് എത്തിക്കുന്നു. ഇതൊരു സേവന മനോഭാവത്തോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ജോലിയായിട്ട് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് ഈ മുൻനിരയിൽ നിൽക്കുന്ന ലീഡർമാരെല്ലാവരും. അപ്പൊ ഇതൊരു സേവന മനോഭാവത്തോടു കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ജോലി തന്നെയാണ്. നമ്മുടെ നാടിന് അത്യാവശ്യമുള്ളതൊന്നാണ് എന്ത്? RCM. ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്, ഈ ജോലി ആവശ്യമാണ്, ഇതുപോലെ നല്ലൊരു കൂട്ടായ്മയും ആവശ്യമാണ്. ആണോ ഇല്ലയോ? നല്ലൊരു ആരോഗ്യപരമായിട്ടൊരു കൂട്ടായ്മ ആവശ്യമുണ്ടോ ഇല്ലയോ? യെസ്, നമുക്കത് വാർത്തെടുക്കാൻ പറ്റും, 100% പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. എന്തൊക്കെ തീരുമാനം എടുക്കണം എന്ന് മുതൽ കേൾക്കട്ടെ. പകുതി സാധനം ഓർമ്മ ഉണ്ടാവില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. പ്രോട്ടീൻ മാത്രം ഓർമ്മയാണ്, കുറച്ച് പയറ് പുഴുകി തിന്നും കാര്യമില്ല. പ്രോട്ടീൻ ഒരു ശീലമാക്കുക. ചെയ്യോ? 3 നേരം പ്രോട്ടീൻ കഴിക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. എക്സസൈസ്. എണ്ണ ഏത് യൂസ് ചെയ്യണം? തവിടെണ്ണ യൂസ് ചെയ്യണം, റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ചെയ്യണം? ഹാർട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഹാർട്ടിന് വേണ്ടിയിട്ട് omega-3 നമുക്കത് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം. omega-3 ഒറൈസനോൾ, ഈ തവിടെണ്ണ തന്നെ എടുക്കുന്ന ഒറൈസനോൾ, അത് നമ്മുടെ ഒരു ശീലമാക്കാം. പ്രോട്ടീൻ ഒരു ശീലമാക്കാം. മുട്ടുവേദന ഉള്ളവര് ഇതുപോലെ ബീജം ജോയിന്റ് എടുക്കുക, ഇതുപോലെ പ്രോട്ടീനും എക്സസൈസും ചെയ്യുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ചില ഈ എക്സസൈസ് മുട്ടുവേദന ഉള്ളവർക്ക് എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. കസേരയിൽ നിന്ന് ഇരുന്ന് എഴുന്നേക്കുന്ന എക്സസൈസ്, അത് എന്ത് ചെയ്യാം? ഒരു 30 തവണ വെച്ച് രാവിലെ ചെയ്യാം, ഉച്ചയ്ക്കും ചെയ്യാം, വൈകുന്നേരം ചെയ്യാം. അല്ലേ? നമ്മളൊക്കെ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരില്ലല്ലോ, എവിടെയെങ്കിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ സമയമാകുമ്പോൾ എന്ത് ചെയ്യാം? ഒരു 30 തവണ ഇരുന്നേ. ഇങ്ങനെ 3 തവണ ചെയ്യാം. കസേര ഇരുന്നുകൊണ്ട് കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന എക്സസൈസ്. അത് എന്ത് ചെയ്യണം അറിയോ? എണ്ണം കൂട്ടണം. ഇന്ന് 10 ചെയ്ത നാളെ 11, മറ്റന്നാള് 12. അങ്ങനെ എണ്ണം കൂട്ടി ചെയ്യുമ്പോൾ പേശികളുടെ ബലം പതിയെ 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 കൂടും. അതുപോലെ തന്നെ നമ്മൾ കടന്നുകൊണ്ട് കാല് പൊക്കുന്ന എക്സസൈസ് ചെയ്യാം. ഒരു സ്റ്റെപ്പ്, ഇതിപ്പോ ഒരു സ്റ്റെപ്പ് അല്ലേ, ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇറങ്ങി കയറി അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസ് മാത്രം ചെയ്യാം. അതിനുശേഷം എനിക്ക് നടക്കാം. ഈ പറയുന്ന 1 മിനിറ്റ് ഓടി. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? എന്ത് വേണേലും ചെയ്യാം. സൈക്കിൾ ഓട്ടാം, ഓടാം, നീന്താം, എന്തെങ്കിലുമൊക്കെ ഡെയിലി ചെയ്യുമല്ലോ. എന്തെങ്കിലും ചെയ്യാം. ഹൃദയമിടിപ്പ് എന്ത് ചെയ്യണം? കൂടണം. അതാണ് അൾട്ടിമേറ്റ്ലി എന്ത് കൂടണം? ഹൃദയമിടിപ്പ് കൂടണം. അത്രേ ഉള്ളൂ. റെഡി? ഹലോ, യെസ്, റെഡി. അപ്പൊ ഈ ഒരു ഷോപ്പ്, ഇതൊരു ഞാൻ പറയാ, ഇതൊരു ജനാരോഗ്യ കേന്ദ്രമാണ്, യാതൊരു സംശയവുമില്ല. എന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ അറിയാ, അത് ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഇത് പങ്കെടുക്കുക, പകർന്നു കൊടുക്കുക. ഓക്കെ? അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. JRC. ഇവിടെയുള്ള ആളുകൾക്ക് കൈയടിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ നോക്കിയിട്ട് കൈ അടിക്കാൻ ആർക്കും താല്പര്യം. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കൈയടിയാണ്. ഈ സമയത്ത് ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായെന്ന് തോന്നുന്നുണ്ടോ? യെസ്. ഡോക്ടർ ക്ലാസ് കേട്ടിട്ട് നന്നായും തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നത് നമുക്ക് ഗുണമായും തോന്നുന്നുണ്ടോ? യെസ്. അപ്പോ നമ്മുടെ കൂടെ ഒരു ടീച്ചറുണ്ട്.
ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഈ ക്ലാസ് കേട്ടിട്ട് ടീച്ചറുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ ഉദ്ഘാടനം നടത്തും. രഹന വിജയകുമാർ മാഡം ഒന്ന് വന്നിട്ട് ഈ ക്ലാസിന്റെ അഭിപ്രായം ഒന്ന് പറയുക. മാഡം കേട്ടിട്ട്, കാരണം ഡോക്ടർ ഹരി പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ നേരിട്ട് ബോധ്യപ്പെടാവുന്ന അല്ലെങ്കിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആർസം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു അങ്ങനെ പരിചയം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇന്നിവിടെ പറഞ്ഞ വസ്തുതകൾ ശരിയാണോ, അതിനെ അത് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറയുന്നു, ഡോക്ടർ ഹരി പറഞ്ഞു, ഇവിടെയുള്ളവർ പറയുന്നു, നിങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്തുകൊണ്ടും അതിനൊരു മാർക്ക് ഇടുന്ന പോലെയാണ്. ശരിയല്ലേ? അതുകൊണ്ട് ടീച്ചറാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യരായ ആളുകൾ ഒരാളെന്ന് വിചാരിക്കുന്നു. എന്താണ് ടീച്ചർ പറയാനുള്ളത് കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. RCMനെ കുറിച്ച് വലിയ എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സംസാരിക്കാനൊന്നും അത്രയ്ക്ക് അറിയില്ല, എന്നാലും മൂർത്തി എന്ന് ഞാൻ പറയണം. കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു ഫ്രണ്ടാണ്. എന്നും എന്നോട് പറയുന്നതാണ്, ഈ പറയുന്നതിൽ ചില ഉൽപ്പന്നങ്ങൾ ഇവരുടെ നിർബന്ധപൂർവ്വം കഴിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കാറില്ല. പക്ഷെ ഇനി തൊട്ട് ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ തോന്നുന്നു അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പറയുന്നത് ശരിയാണ്. നമുക്ക് വേണ്ടത് എക്സസൈസ്, പ്രോട്ടീൻ, ഇതെല്ലാം നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും അത്യാവശ്യം മടി എന്നുള്ളൊരു വാക്ക്, ആ രണ്ട് വാക്ക്, ആ ലേസിനെസ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇപ്പം ഈ പറഞ്ഞ ആദ്യത്തെ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത് എക്സസൈസ്, അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോയാലേ എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയധികം നമുക്ക് അറിവുകൾ തന്ന ഡോക്ടർ ഹരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ബെസ്റ്റ് വിഷസ്. പിന്നെ എന്നെ അവർക്കപ്പുറത്ത് മൂർത്തി ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചതിൽ താങ്ക് യു. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ചടങ്ങിലേക്ക് കടക്കാം. ആന്റണി സാറും അദ്ദേഹത്തിന്റെ